സോ ഗൈസ്, അപ്പോൾ എല്ലാവരും ഓണാഘോഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം നമ്മുടെ ഈ വ്ളോഗ് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഓണം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ഓണാഘോഷത്തിന്റെ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പിന്നിലെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു, ഒരു അച്ചാർ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അമ്മയുടെയൊക്കെ തിരുവാതിര വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓണത്തിന് വെച്ച ആ ഇഞ്ചിക്കറി ഉണ്ടല്ലോ, ആ ഇഞ്ചിക്കറിയും പിന്നെ വേറെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ പൈനാപ്പിൾ പച്ചടി അല്ലേ, ആ പൈനാപ്പിൾ പച്ചടിയുടെയും ഇതാണ്. അത് നമ്മൾ ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയതിന്റെ പരിപാടിയാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. ഇവിടെ രാത്രിയാണ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ പർച്ചേസ് ചെയ്തില്ല, അച്ഛനൊരു ബ്ലൗസും തപ്പി ടൗണിൽ പോയിട്ട് ആ സാധനം കിട്ടിയില്ല. ഞങ്ങൾ വെറുങ്കയോടെ തിരിച്ചിങ്ങോട്ട് പോകുന്നു. അപ്പൊ വീട്ടിലെത്തിയപ്പോഴത്തേക്കും കൊച്ചുമ്പോൾ അമ്മച്ചും കൊണ്ട് അവര് ടൗണിൽ പോയിട്ട് കപ്പ് വാങ്ങിച്ചല്ലേ, കപ്പ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കപ്പയും കൂടെ വാങ്ങിച്ചു. നല്ല കപ്പയാ. നിങ്ങൾ വേറെ എന്തൊക്കെയാ വാങ്ങിച്ചത്? ഞങ്ങള് ചക്രവരട്ടിയും ചിപ്സും. ചക്കവരട്ടിയും ചിപ്സ്. ചക്കവരട്ടി രണ്ടും പറയും, രണ്ടും ഒന്നൊക്കെ തന്നെ. ചിപ്സ് വാങ്ങിച്ച് പിന്നെ നല്ല കപ്പ കിടപ്പുണ്ടായിരുന്നു. നോക്കിയപ്പോഴത്തേക്ക് നല്ല കപ്പ ഇന്ന് കപ്പയാ. അപ്പം കണ്ടപ്പോഴത്തേക്ക് അതും 2 കിലോ വാങ്ങിച്ചു. നമുക്ക് വൈകിട്ടത്തേക്ക് കപ്പയും പുഴുങ്ങി മുളക് ചമ്മന്തി ഉണ്ട്. അതെ, അപ്പൊ ഞാൻ ഇതൊക്കെ ചെയ്യട്ടെ. ഇഞ്ചിക്കറി. അതെ, ഞാനിപ്പോ അറിഞ്ഞോണ്ടിരിക്കുന്ന ഈ ചെറിയ ഉള്ളി കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും കൊച്ചുമോള് പറഞ്ഞ കപ്പയ്ക്കുള്ള ചമ്മന്തി. അല്ല, അങ്ങനെയല്ല. ഇത് ആക്ച്വലി നമ്മുടെ ഇഞ്ചിക്കറിക്കുള്ള ചെറിയ ഉള്ളിയാണ് അറിഞ്ഞോണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് നമ്മുടെ ഇഞ്ചി നേരത്തെ അച്ചു ഇവിടെ ഇങ്ങനെ ഇഞ്ചി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, പച്ചമുളക് അരിയുമ്പോഴത്തേക്ക് നമ്മുടെ പച്ചമുളക് കുറച്ച് സീനാണ്. പച്ചമുളക് അരിയുമ്പോഴത്തേക്ക് നമുക്ക് തീരുമാനമില്ല, കണ്ണിലേക്ക് ആ പുക അടി. ഇപ്പോഴത്തെ ഓടോ നമ്മുടെ ജീവൻ പോവും. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളത് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ഇഞ്ചി. ഉള്ളി കുറച്ച് ഉണ്ട്. ചില ആൾക്കാരെ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന സമയത്തെ അച്ചു ഇവിടെ നേരത്തെ തന്നെ ഇഞ്ചിയൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി ചീവി വെക്കുക എന്ന് പറയും, ഒരുക്കുന്നല്ല ചീവി വെക്കുക. ചീവി വെക്കുക എന്ന് പറയും. പലയിടത്തും പല ഇതാണല്ലോ പറയാ. എണ്ണ ഒഴിച്ചിട്ട് ആ ഇഞ്ചി മൊത്തം നമ്മള് അല്ല ഈ മിച്ചം വരുന്ന എണ്ണയില്ലേ, ഈ മിച്ചം വരുന്ന എണ്ണക്കകത്ത് തന്നെയാണ് അത് ഫ്രൈ ആയി വരണം. നന്നായിട്ട് ഫ്രൈ ആയി, നന്നായിട്ട് ഫ്രൈ ആവും. ഞാൻ എന്റെ അകത്ത് ഞാൻ അരക്കും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട സംഭവം മറന്നുപോയി, പുളി. എന്തേ ശർക്കര ചീവി വെക്കണം. ശർക്കര നമ്മള് ചീവി ചേർക്കും. ഇതാണോ ഈ പുളി നമ്മൾ എടുത്തിട്ട് ആ പുളി ഇടൂല, പുളി ഇടൂലോ, പേടിക്കട്ടോ. പുളി വേണ്ട, അല്ലെങ്കിൽ പിന്നെ ശർക്കരയുടെ മധുരം മാത്രമായി പോ. എന്നിട്ട് നമ്മളെ കുറച്ച് ചൂടുവെള്ളം കിട്ടിയാൽ നല്ലതായിരിക്കും. അയ്യോ, ഇപ്പൊ പൊട്ടിത്തെറിക്കും. പിഴിയത്തൊന്നുമില്ല, ഇപ്പൊ സോക്കിയാൻ ഇട്ടേക്കുവാ. ഇതിങ്ങനെ നമ്മൾ ഇടും. പിന്നെ കുറച്ചുകൂടെ ഓക്കെ, ഓൾമോസ്റ്റ് ചൂടായിട്ടുണ്ട്. ഇനി ഇഞ്ചി മൊത്തം ഒന്ന് ഇനി ഈ ഇഞ്ചി മൊത്തം നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ചേച്ചി എന്നെ എടുക്കുക കപ്പയ്ക്കുള്ള ഉള്ളി എടുക്കുന്നു. കപ്പയ്ക്കുള്ള അല്ലേ? കപ്പയ്ക്കുള്ള ചമ്മന്തിക്കുള്ള ഉള്ളി എടുക്കുന്നു. ദേ നമ്മുടെ ഇതിവിടെ ഫ്രൈ ആയിക്കൊണ്ട് ഇരിക്കുന്നു. ഇളക്കുന്നുണ്ട്. അല്ല കരിഞ്ഞു പോകും, അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സാധനം കരിഞ്ഞ ഇഞ്ചിക്കറിയും അത് ഫ്രൈ ആവുന്നുണ്ട്. വേറൊരാൾ ഇവിടെ അതിസാഹസികമായി തേങ്ങ ചിരണ്ടുന്നു. ചേട്ടൻ ഒറ്റ കൈ കൊണ്ടല്ലേ ചിരണ്ടുന്ന? ഓ, ഇവിടെ കുറച്ച് മതിയല്ലോ അല്ലേ? ഇച്ചിരി ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു തോന്നല്ലേ അതിലോട്ട്? ലേശം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് നാളത്തേക്കും കൂടെ എടുക്കാമല്ലോ. നോക്കിക്കേ, അങ്ങനെ. അതെ, തേങ്ങ ഇച്ചിരി മതിയല്ലോ അല്ലേ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്? ഒരുപാട് വേണ്ടല്ലോ, ശകലം എന്തായാലും എടുത്ത്. ഓക്കെ, ഇനി നമുക്ക് ഉള്ളി ചേർക്കാം. ഉള്ളിയും പച്ചമുളകും, അരിഞ്ഞേക്കുന്ന പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് കൂടെ ചേർത്ത്
ഇനി അതും മൊരിയണോ അല്ലേ? ഇത് മുറിയണം. ഇത് കുറച്ചുകൂടെ മുറിയിൽ പരിവാകുമ്പോ തേങ്ങ കുറച്ച് വെക്കും. ഓക്കെ ഓക്കെ. അപ്പുറത്തായിട്ട് നമ്മള് അതെ തേങ്ങ കൂടി ഇതിനകത്തോട്ട് അത് ഏകദേശം ഒന്ന് വാടി നല്ല ട്രാൻസ്പെറന്റ് ആയിട്ട് വന്നപ്പോഴത്തേനും നമ്മള് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കണേ. തേങ്ങ ഇട്ട് നമ്മൾ ഇതിനു മുമ്പേ കുറെ നാൾക്ക് മുന്നേ ദിവസം സദ്യ വെച്ചുമ്പോ ഓർമ്മയുണ്ട, ഈ ഡൈനിങ് ടേബിൾ എടുത്ത് ഇവിടെ വലിച്ചിട്ടിട്ട് നടയുടെ ഫ്രണ്ടിലായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് സത്യം പറഞ്ഞാലേ രണ്ടു കൂട്ടം പായസം ഉണ്ടാക്കി. ബോളി നമ്മൾ തന്നെ വീട്ടിൽ അപ്പോഴാണ് തോന്നുന്നു ഫസ്റ്റ് വയ്ക്കുന്ന ബോളി അല്ലേ? അതെ അതെ. അച്ഛൻ എപ്പോഴെങ്കിലും ഓണത്തിന് ബോളി കൂട്ടി കഴിച്ചിട്ടുണ്ടോ? പായസം ബോളി കൂട്ടി കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ല. അല്ല, വീട്ടിൽ എപ്പോഴെങ്കിലും ഓണത്തിന് ബോളി ഇല്ല? കഴിഞ്ഞ വിഷുവിന് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ബോളി കിട്ടാൻ ഭയങ്കര പാടാ. അന്ന് ഒരുപാട് നമ്മുടെ ഇവിടെ അന്ന് ഒരുപാട് കൂട്ടം കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് സദ്യ ഉണ്ടാക്കി കഴിച്ചപ്പോ 3 മണി ആയിരുന്നേ ഉള്ളൂ. അതെ, കാരണം ബോളിയും കൂടെ നിന്നത് കൊണ്ടാ ബോളി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയത്. അതെ, നമ്മള് വീട്ടിൽ ചെയ്ത് അതിന്റെ കൂട്ടത്തില് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെയ്യണം. അങ്ങനെ നമ്മള് അത് ഒരുപാട് കൂട്ടം കറിയൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാടുണ്ടായിരുന്നു കറി. 2 കൂട്ടം പായസം, ഒരുപാട് കറിയും ബോളിയും ഭയങ്കര കുശാലായിരുന്നു. അത് കറക്റ്റ് നമ്മള് ഈ സദ്യ ഒരു കല്യാണത്തിന്റെ വീട് സദ്യ കഴിക്കില്ലേ, ആ സെയിം രീതിയിൽ അത്രയും കറികളുമായിട്ട് അന്ന് ഞാൻ കാറ്ററിങ്ങിനൊക്കെ പോകുന്ന സമയമായിരുന്നു. അതുകൊണ്ടാ കാറ്ററിങ്ങിന് പോകുമ്പോഴത്തേക്കും നമുക്കറിയാം എല്ലാ സദ്യ എന്തൊക്കെയാണ് വിളമ്പുന്ന കാര്യവും ചേട്ടാ പറയുക. അതെ അതെ, ആദ്യം എന്ത് വിളമ്പണം. നമ്മളിവിടെ ആദ്യം ഇലയിട്ട് ഇല ഇടത്തോട്ട് ഇട്ടിട്ട് ഇലയുടെ തുമ്പിടത്തോട്ട് ഇട്ട് അപ്പൊ അതിനകത്ത് ആദ്യം ഉപ്പിട്ട് ചക്കര പുരട്ടി വെച്ച് മറ്റേ നമ്മുടെ ചിപ്സ് വെക്കും. എന്നിട്ട് അതിന്റെ മുകളില് അതിന്റെ സൈഡിൽ പഴം വെക്കും. അതിന്റെ മുകളിൽ കൊണ്ടുവന്ന് പപ്പടം വെക്കും. ഇപ്പുറത്ത് ഇഞ്ചിക്കറി വെക്കും. അങ്ങനെയൊക്കെ പറയായിരുന്നു. ഞങ്ങൾ കാറ്ററിങ്ങിന് പോകുന്ന സമയത്തേ ഇവർക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ഞങ്ങളത് പറയും. അപ്പൊ ചില അമ്മമാരും നിൽക്കുമ്പോ അവര് പ്രശ്നം ഉണ്ടാക്കൂല കല്യാണം വീട്ടിൽ. അപ്പൊ അവര് നമ്മുടെ അടുത്ത് വന്ന് പറയും, മക്കളെ ഇങ്ങനെ വിളമ്പണം അങ്ങനെ വിളമ്പണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കാറ്ററിങ്ങിന്റെ പോകുമ്പോ തന്നെ നമ്മുടെ ഓൾറെഡി പറയും ഇങ്ങനെ വിളമ്പാവല്ലോ. അതുപോലെ ഇല മടക്കുന്നതിനും രീതി ഉണ്ടല്ലോ. അത് രണ്ട് രീതി പറയും. ചില ആൾക്കാർ പറയും ഫ്രണ്ടിലോട്ട് ഇല ഇങ്ങോട്ട് മടക്കാൻ പറയും. ഇങ്ങോട്ട് മടക്കാൻ അതിനെ അറിയോ, ഇങ്ങോട്ട് ഇല മടക്കുമ്പോഴത്തേക്കും അല്ല ഇങ്ങോട്ട് മടക്കുമ്പോ ഇനിയും കിട്ടണം. അങ്ങനെ ഇങ്ങോട്ട് മടക്കുമ്പോഴത്തേക്കും ചില ആൾക്കാർ അറിയോ ഇങ്ങോട്ടല്ല മടക്കുന്നത്, ആ മതി പിന്നെ ഭക്ഷണം വേണ്ടെന്ന് പദ്ധതി ഇങ്ങോട്ട് മടക്കാൻ പറയും. ചില ആൾക്കാർ പറയും ഇങ്ങോട്ടല്ല മടക്കണം, അത് ഇനിയും കിട്ടണം. ഇത്രയും വലിയ സദ്യ സദ്യ എന്ന് പറയുന്നത് വയറ് നിറഞ്ഞ് ഭയങ്കര വിപുലമായിട്ടുള്ള ഭക്ഷണം എന്നല്ല അർത്ഥം. അതങ്ങനെ അതിനുണ്ട് നേരെ വെക്കുന്നതും ക്രോസ് വെക്കുന്നത്. പക്ഷെ നമ്മുടെ നാടിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ സദ്യയാണല്ലോ. അതെ. സോ ഗൈസ്, അങ്ങനെ നമ്മള് ഒരുപാട് സമയം വെയിറ്റ് ചെയ്ത് ഇളക്കി നമ്മുടെ ഇഞ്ചിയും പച്ചമുളക് ഉള്ളി തേങ്ങ എല്ലാം കൂടെ കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. മസാല ഒന്നും ഇട്ടിട്ടില്ല, നമ്മൾ ഉപ്പും ആയിട്ടില്ല, അതൊന്നും ആയിട്ടില്ല. അത് നമ്മളിപ്പോ ഓഫാക്കി വെക്കുവാണ്. ഇനി ഇതൊരു ജാറിലേക്ക് മാറ്റിയിട്ട് അതെ ഈ ഒരു ജാറിലേക്ക് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ജാറിലേക്ക് മാറ്റിയിട്ട് നമ്മളത് പൊടിച്ചെടുക്കാൻ വേണ്ടി പിടിക്കല്ലേ. ആക്ച്വലി എണ്ണ മൊത്തം കുടിച്ചു, എണ്ണ മാക്സിമം കുടിച്ചിട്ടുണ്ട്. ഇതിന്റെ സൗണ്ട് അല്ലേ? എനിക്ക് പുളിക്കും, പല്ല് പുളിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ ഇത് കൊണ്ട് ഞാൻ ആ പാൻ്റെ താഴത്ത് വെച്ചിട്ട് വരാം. പച്ചമുളക് ഇതോടുകൂടി അവസാനിക്കും. പച്ചമുളക് ഇന്നലെ ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കാഞ്ഞത്, അത് കൊള്ളത്തില്ലായിരുന്നു അവിടുത്തെ. അല്ല വേണമെങ്കിൽ നാളെ വറ്റൽമുളക് ഒരു 4-5 വറ്റൽമുളക് കിട്ടിയാൽ കൊള്ളാം. ഇതിലുള്ള ഉണ്ട് കൊല്ലിഞ്ഞ്. അതെ അതെ അതെ, എന്റെ കണ്ണുണ്ട്, എനിക്ക് പലയിടത്തും കണ്ണുണ്ട്. അതെ, നമുക്കുള്ള വറ്റൽമുളക് ഇതിനകത്ത് പിടിക്കണ്ട. ശരി, നമ്മൾ മറന്നു പോയതാ കേട്ടാ, വാങ്ങണ്ടായിരുന്നു. ഇന്നലെ വറ്റൽമുളക് വാങ്ങിച്ചിട്ടില്ല നമ്മള്. അയ്യോ, അത് കൊള്ളത്തില്ലായിരുന്നു അവിടുത്തെ. ഉപ്പല്ല, ഉപ്പിലടിച്ചായിരുന്നു. എനിക്കും 2 കറിവേപ്പില വേണം. കറിവേപ്പില നമ്മൾ ഇനി കുറച്ച് വേറെ എണ്ണ ഒഴിച്ചിട്ട് ഈ എണ്ണ ചൂടായിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചൊക്കെ എടുക്കണം. കടുക് ഉലുവയൊക്കെ. അതെ, കടുകുണ്ട്, ഉലുവയും കടുകിട്ട് ഉലുവയും കിട്ടി. അതെ അതെ. കടുകിട്ട്
ഇനി കടുക്. യെസ്. പൊട്ടട്ടെ. തീ ചൂടായിട്ടല്ലേ ഇട്ടേ? അല്ല അത് ഇപ്പഴാ ഫ്ലെയിം ഓൺ ആക്കിയ. മോനെ അത് പുളി മോണാക്കില്ലേ? ഇപ്പൊ ഫ്ലെയിം ഓൺ ആക്കി കൂട്ടി വെച്ചതേ ഉള്ളൂ. കൂട്ടി വെച്ചോളാം. ഛെ, കുഴപ്പമില്ല. ചൂടായിട്ട്. കടുക് പൊട്ടിയില്ല. അത് ഭയങ്കര വല്ലാണ്ട് ആവേശം കൂടി നിൽക്കുകയാണ്. അതാണ്. അതെ, എല്ലാവർക്കും ഈ അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് പണി ഇത്ര തീർത്തിട്ട് ചൂടാണോ വേണം പോയിരിക്കാൻ. ഭയങ്കര ചൂട്, നമുക്ക് നിൽക്കാൻ പറ്റാതെ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത കൊണ്ടാ. ചൂടായി വരുന്ന ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കടുക് പൊട്ടിയില്ലെങ്കിൽ ടേസ്റ്റിൽ ഒരു രസം കാണത്തില്ല. വന്ന് കടുക് അതല്ല. കടുക് ഇപ്പൊ പൊട്ടുമല്ലോ. ഇത് വേണ്ട, ഉള്ളിയോ? കടുക് ഇപ്പൊ പൊട്ടും. ഇപ്പൊ പൊട്ടും. പൊട്ട്. പൊട്ടും പൊട്ടും. ഇപ്പൊ പൊട്ടും. പൊട്ടും പൊട്ടും. എപ്പോ? ഇപ്പൊ പൊട്ടൂടെ നോക്കിക്കോ. വേണ്ട, പൊട്ടി. പൊട്ടി. ഇത്ര പച്ചമുളക് വേണം അച്ഛാ? പിന്നെന്താ? അതെ, ഓൾറെഡി അത്ര പച്ചമുളക് ഇട്ടതുകൊണ്ട് ചോദിച്ചു. ഇല്ല, പച്ചമുളക് വലിയ 20 വരത്തില്ല പച്ചമുളക് കിട്ടുന്നു പറഞ്ഞോണ്ട്. പച്ചമുളക് എപ്പോഴും നമ്മൾ ഇട്ടാലും വലിയ മെനക്കേടില്ലാത്ത സ്ഥലമാണ്. ഇഷ്ടമുള്ളവർക്ക് പിഴിഞ്ഞൊഴിക്കാം, അതെ. ഇഷ്ടമില്ലാത്തവർക്ക് എടുത്ത് കളയാം. ഇത് നമുക്ക് കുറച്ച് എനിക്ക് പോകാനകത്ത് പിഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് സങ്കടമാണ്. ചട്നി കറിവേപ്പിലയും അത് തന്നെ, ചട്നിയൊക്കെ ഭയങ്കര ടേസ്റ്റാ. അയ്യോ കണ്ട, കുറച്ച് കറിവേപ്പിലയും വറ്റലും മുളകും കൂടെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഇതിനകത്തിട്ടൊന്ന് വാട്ടിയെടുക്കും. അപ്പുറത്തുമായി നമ്മളതിൻ്റെ ഫ്ലെയിം ഓഫാക്കും. ഫ്ലെയിം അതുപോലെ തന്നെ ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് ഇങ്ങോട്ട് മറിക്കൂ. മുളക് പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി, ഈ 3 സാധനമാണ് നമുക്കിതിന് വേണ്ടത്. മഞ്ഞളൊന്നും വേണ്ട. മുളക് പൊടി, മല്ലിപ്പൊടി, കായം, കായപ്പൊടി, ഇത്രേ ഉള്ളൂ. ഉപ്പിട്ട് ഉപ്പിട്ടല്ലോ, ഉപ്പിടാൻ പാടുള്ളൂ. നമ്മൾ കുറച്ച് ഇത് തേച്ചിടണേ. അതെ, ഉപ്പിടും. കൊട്ടട്ടെ. വേണ്ട കൊട്ടണ്ട. അല്ല, പ്ലാസ്റ്റിക് കൊട്ടിയാൽ കുഴപ്പമില്ല, എനിക്ക് മറ്റേ ഇത് ഉരച്ചിലാണ്. അല്ല തടി കൊട്ടിയാൽ കുഴപ്പമില്ല. കണ്ടോ, ഇതെല്ലാം നമ്മളിങ്ങനെ ഇടുന്നു. എന്ത് മാന്യമായ സൗണ്ട്. കണ്ടോ, ഇപ്പൊ തന്നെ ഒരു അതെ. ചോണം പോയതിനു ശേഷം നമ്മൾ കണ്ടോ ഷെഫ് വീടിന് തീയിടും. കപ്പ നോക്ക. എന്റെ കണ്ണിലാണോ വീട്? അയ്യോ, ഇഞ്ചി പൊടിച്ചെടുക്കണം അല്ലേ? ഇഞ്ചി പൊടിച്ചിട്ട് മൊത്തം നല്ല പുകമയം ഉണ്ട് കേട്ടോ അടുക്കളക്കകത്ത് മൊത്തം. നമുക്കത് നല്ല ചൂടും പുകമയവും പിന്നെ ഇതിന്റെ ആ ഒരു ഷെഫുകൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അതെ 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 ഇങ്ങനെ ഓരോ അവിടെ കിടന്ന് നമ്മ അത് കിടന്ന് അങ്ങനെ ഓരോ സ്പൂൺ വെച്ചിട്ട് കഴിഞ്ഞാൽ നടക്കൂലോ. അങ്ങനെ നമ്മള് ആ ഇഞ്ചിയുടെ മിക്സ് മൊത്തം അടിച്ച് എടുത്തിട്ടുണ്ട്. കുറച്ച് അടങ്കാരത്തിൽ അടിക്കാൻ അല്ലേ? കുറച്ച് സമയം എടുത്ത് നമ്മളിവിടെ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ശർക്കരയൊക്കെ ലാസ്റ്റ് പരിപാടിയാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഇനി നേരെ ആ പേസ്റ്റ് മൊത്തം എടുത്ത് ഇതിനകത്തോട്ട് ചേർക്കുക എന്നുള്ളതാണ്. ഇത് ഇത് ഇങ്ങനെ ഒരു ചെറിയൊരു തിള പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അത് ചേർക്കാം. അപ്പൊ കട്ടിയാവും. ഇഞ്ചിക്കറി ഇഞ്ചിക്കറിയായി. ഇഞ്ചിക്കറി നേരത്തെ രസമായിരുന്നു. ഇത് രസമായിരുന്നു. ഇത് നല്ല കട്ടിയായി കണ്ടത്. വരുന്നുണ്ട്. വെള്ളം ചേർക്കാം, വെള്ളം ചേർക്കാം. നല്ല കട്ടിയാ, നല്ല കട്ടിയാ, നല്ല കട്ടിയാ. അച്ഛ നമുക്ക് നമ്മുടെ ഇഞ്ചിക്കറിക്കുള്ള ശർക്കര എടുത്തോണ്ടിരിക്കുക. അത് വലിയ ടാസ്ക് ആണ്. അതെ അതെ പിച്ചാത്തി പിച്ചാത്തി പിച്ചൊന്നും പറ്റില്ല. ഡോണ്ട് വറി. കിട്ടി ഗൈസ്. കിട്ടി, കിട്ടിയിട്ടുണ്ട്. സാധനം കയ്യിൽ കിട്ടി. അച്ഛനെ ഒരു പീസ് മുളകിന്റെ കൂടെ മുളക് എടുക്കല്ലേ. കുറുകി വരുന്നുണ്ട്. ഞങ്ങൾ അരച്ച പീസ് എല്ലാം അതിന്റെ കൂട്ടത്തിലേക്ക് നമ്മൾ ഈ ഒരു പീസ് ഇങ്ങനെ നമ്മൾ ആക്ച്വലി പൊടിയാൻ ഭയങ്കര പാടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അത്രയും ചൂടുള്ള സാധനം വെള്ള ശർക്കര അല്ല ആക്ച്വലി. ഇനി എന്തായാലും ചേർക്കാണ്ടോ? അല്ല, അതിന് ഉപ്പും മധുരം വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കാന്നുള്ളൂ. ഓൾറെഡി നമ്മൾ ശർക്കര ചേർത്തല്ലോ. മധുരം വേണമെങ്കിൽ നമ്മൾ ഇത്തിരി വേണമെങ്കിൽ പഞ്ചസാര ചേർക്കുവോ? പഞ്ചസാര ചേർക്കാം. കുറച്ച് ശർക്കര ശർക്കര ചേർക്കാം. ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. പുളി വേണമെങ്കിൽ പുളി ചേർക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അതെല്ലാം ചേർക്കാം. നമ്മുടെ ഇഞ്ചിക്കറി അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിക്കറി ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. യെസ് 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 നോക്കൂ നോക്കൂ നോക്കൂ.
പുളി നോക്കുക, മധുരം നോക്കുക, എരിവ് നോക്കുക, ഉപ്പ് നോക്കുക, എല്ലാം. ഇഞ്ചിക്കറി ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ടേസ്റ്റ് ആണല്ലോ, എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ടേസ്റ്റാണ്. എങ്ങനെയുണ്ട്? എല്ലാം പാകത്തിനാണോ? എല്ലാം പക്കപ്പക്കയല്ലേ? യെസ്. സോ ഗൈസ്, നമ്മുടെ അതെ അതെ എല്ലാം എല്ലാം ഓക്കെ അല്ലേ? അങ്ങനെ നമ്മുടെ മെയിൻ ഇഞ്ചിക്കറിയും കൂടെ ഫിനിഷ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി ഞങ്ങൾ നേരെ ബിഗ് ബോസ് കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. കാരണം 9:15 ആയിട്ടുണ്ട്. 9:30 ആകുമ്പോൾ ബിഗ് ബോസ് തുടങ്ങും. ഇനി ഫുഡ് കഴിക്കണം. നമ്മുടെ കപ്പയൊക്കെ എന്തേ? കപ്പ യെസ്, കപ്പോടെ ഇരിപ്പുണ്ട്. യെസ്, കപ്പോടെ ഇരിക്കുന്നു. യെസ്, മുളക് കയറണം. അതെ അതെ യെസ്, അതായിട്ടുണ്ട്. ഇനിയിപ്പോൾ യെസ്, ഇഞ്ചിക്കറി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് എന്താണ് അടുത്തുള്ളത്? ഇനിയിപ്പോൾ പച്ചടിയാണ്. പച്ചടി അപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത് അനുസരിച്ച് ചിലപ്പോൾ നമ്മൾ ഈ വീഡിയോ ഒക്കെ പച്ചടി ഉൾപ്പെടുത്തും, അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ഒക്കെ പച്ചടി ഉൾപ്പെടുത്തും പറയാൻ പറ്റില്ല. അതെ. അപ്പോൾ ലെങ്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ വെച്ച് അവസാനിച്ചതാണ് അതിൻ്റെ അർത്ഥം. ഓക്കേ.